റിട്ടയർമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഗുഡ് വിൽ ട്രീറ്റ്മെന്റ് ഒന്ന് നോക്കിയാലോ. ഈ കേസ് എന്ന് പറയുന്നത് ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് ദി ഫേം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് റിട്ടയറിംഗ് പാർട്ണർക്കുള്ള ഷെയർ ഓഫ് ഗുഡ് വിൽ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ജേർണൽ എൻട്രി എന്നുള്ളതാണ്. ഇൻ കേസ് ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ തീർച്ചയായിട്ടും കാൽക്കുലേറ്റ് ചെയ്യണം. ബിക്കോസ് ജേർണലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗെയിനിങ് റേഷ്യോ നമുക്ക് ഇവിടെ ആവശ്യമാണെന്നുള്ളതാണ്. ബിക്കോസ് നമുക്ക് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. സോ ഇവിടെയുള്ള ഗെയിനിങ് റേഷ്യോ എന്താണ്? മായയുടെയും റോജയുടെയും ഗെയിനിങ് റേഷ്യോ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ന്യൂ റേഷ്യോ 3/5, മായന്റെ എങ്ങനെ വരും? 3/5 മൈനസ് 2/5 ആണ്, ദാറ്റ് ഈസ് 1/5 എന്ന് കിട്ടും. ആൻഡ് റോജ 2/5 മൈനസ് 1/5, ദാറ്റ് ഈസ് ഓൾസോ 1/5 എന്ന് കിട്ടും. സോ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു 1:1 എന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അടുത്തത് നമുക്ക് എന്താണ്? ജേർണൽ എൻട്രി ആണ് പ്രൊവൈഡ് ചെയ്യാനുള്ളത് അല്ലേ. ഇതിൽ ഫസ്റ്റ് നമുക്ക് ജേർണൽ എൻട്രി പ്രൊവൈഡ് ചെയ്യാനുള്ളത് എന്താണ്? ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. അപ്പൊ റൈറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ റിട്ടയർമെന്റിന്റെ കേസിൽ എന്താണ്? ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട് എന്നുള്ളതാണ്. ഗുഡ് വിൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ആണ്. അത് ക്യാൻസൽ ചെയ്യാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് അഡ്മിഷന്റെ കേസിലാണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്, ബട്ട് റിട്ടയർമെന്റ് ആയപ്പോൾ ഓൾ പാർട്ട്നേഴ്സ് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ മായാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ശോഭാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, റോജാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട് എന്നുള്ളതാണ് വരുന്നത്. എത്രയായിരുന്നു? 50,000 ആണ് നമ്മൾ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഓൾഡ് റേഷ്യോയിലാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 2:2:1 എന്നുള്ള ഓൾഡ് റേഷ്യോയിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. അതിന്റെ അടുത്ത എൻട്രി എന്തായിരിക്കും? അപ്പോൾ ഗുഡ് വിൽ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഫോമിന്റെ ഗുഡ് വിൽ വാല്യൂ എത്രയെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ ഗുഡ് വിൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഗെയിനിങ് റേഷ്യോയിൽ അത് സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. സോ എൻട്രി എന്താണ് വരിക? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു റിട്ടയറിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതാണ് വരുന്നത്. സോ നമുക്ക് ആദ്യം റിട്ടയറിംഗ് പാർട്ട്ണർ ആരായിരുന്നു? ശോഭയാണ്. ശോഭയുടെ എമൗണ്ട് എത്രയാണ്? ഗുഡ് വിൽ ഷെയർ എത്രയാണ് എന്ന് കിട്ടണം. ആൻഡ് ഫേമിന്റെ ഗുഡ് വിൽ ഷെയർ എന്ന് പറയുന്നത് 1 lakh ആണ്, ഇൻറ്റു അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 2/5. അപ്പോൾ എത്ര കിട്ടി? 40,000 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 40,000, ഈ 40,000 അപ്പോൾ നമുക്കുള്ള എൻട്രി എന്താണ്? മായാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 20,000, റോജാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 20,000 ടു ശോഭാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 40,000 ആണ് ഗുഡ് വിൽ വാല്യൂ എന്ന് പറയുന്നത്. ഗെയിനിങ് റേഷ്യോ 1:1 ആയിരുന്നു. അപ്പോൾ 20 ഈച്ച് എന്ന് വരും. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇത് അതിൻ്റെ കാൽക്കുലേഷൻ കാണിച്ചിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.